മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരം ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ നടത്തണമെന്നുള്ളത് നന്നായിട്ട് ആലോചിക്കണം. ഓരോ പൗരനും വിഷമം പറയാനുള്ള അല്ലെങ്കിൽ പരാതി പറയാനുള്ള, ആ പരാതി കേൾക്കാനുള്ള ഒക്കെ ഉള്ള മനുഷ്യനാണ് മുഖ്യമന്ത്രി കസേരയിരിക്കുന്നയാൾ. പരാതി പറയാൻ വേണ്ടി പോകുന്നവരുടെ മുമ്പിൽ അതിലും വലിയ പരാതിയാണ് മുഖ്യമന്ത്രി പറയുന്നത്. മനുഷ്യനിർമ്മിതം എന്ന് ഒരു മന്ത്രി തന്നെ പറയാണ്. ഏത് മനുഷ്യക്കാരനാ? കരാറുകാരനാണോ? ആ കരാറുകാരെ നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥരെന്ന മനുഷ്യരാണോ? ആ ഉദ്യോഗസ്ഥരെ ചലിപ്പിക്കേണ്ട മുഖ്യമന്ത്രി മന്ത്രിമാരും അടങ്ങിയ മനുഷ്യന്മാരാണോ? നമസ്കാരം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കുമ്പോൾ ഒരൽപ്പം പക്വത പാലിക്കണം എന്ന മുൻ മന്ത്രിയും MLA-യുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് വയനാട് മേപ്പാടി മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം വളരെ അപക്വമായ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് ദുരന്തം മനുഷ്യനിർമ്മിതമാണ് എന്നടക്കമുള്ള പ്രസ്താവനകൾ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ പറയാനായിട്ട് സാധിക്കുക? ഇവിടെ ദുരന്ത മുഖത്ത് രക്ഷാപ്രവർത്തനമാണ് ആദ്യം നടത്തേണ്ടത്. അതിന് പകരം ഇത്തരത്തിൽ മറ്റൊരാളുടെ തലയിൽ പഴി ചാരാനോ ഇത് എന്റെ പ്രശ്നമല്ല നിന്റെ പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരാനുള്ള അവസരമായിട്ടല്ല ഇത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നും PM മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവും CPIM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരും അധികം വൈകാതെ തന്നെ ദുരന്ത സ്ഥലം സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരം ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ നടത്തണമെന്നുള്ളത് നന്നായിട്ട് ആലോചിക്കണം. അപക്വമായ പ്രസ്താവനകൾ തുടർച്ചയായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മന്ത്രി ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് പറയുന്നു. മറ്റൊരു മന്ത്രി ഇതിന്റെ വകുപ്പിന്റെ പ്രശ്നമല്ല വേറെ വകുപ്പാണെന്ന് പറയുന്നു. വേറൊരു മന്ത്രി ഇത് പഴയ സർക്കാരിന്റെ കുറ്റമാണെന്ന് പറയുന്നു. മുഖ്യമന്ത്രി ഇത് കരാറുകാരാണ് ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നു. ഇതൊക്കെ സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. മണ്ണ് എടുത്തു മാറ്റാൻ കരാറുകാരോട് പറഞ്ഞിട്ട് കരാറുകാർ ചെയ്തില്ല എന്ന വിഷമത്തിലാണ് മുഖ്യമന്ത്രി. ആ പരാതിയാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ പൗരനും വിഷമം പറയാനുള്ള അല്ലെങ്കിൽ പരാതി പറയാനുള്ള, ആ പരാതി കേൾക്കാനുള്ള ഒക്കെ ഉള്ള മനുഷ്യനാണ് മുഖ്യമന്ത്രി കസേരയിരിക്കുന്നയാൾ. പരാതി പറയാൻ വേണ്ടി പോകുന്നവരുടെ മുമ്പിൽ അതിലും വലിയ പരാതിയാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി ഇപ്പൊ ഏറ്റവും വലിയ പരാതിക്കാരനാവുകയാണ്. മണ്ണ് എടുത്തു മാറ്റാൻ വേണ്ടി പറഞ്ഞ് മണ്ണ് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ അത് മാറ്റിക്കാൻ ഒരു സർക്കാരിന് സാധിക്കില്ലേ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം തന്നെ മാറ്റിക്കാൻ പറ്റുമല്ലോ. ഇനി ഈ കരാറുകാർ മാറ്റിയിട്ടില്ലെങ്കിൽ സർക്കാരിന് മറ്റ് സംവിധാനങ്ങൾ വഴി മാറ്റാലോ. അതൊക്കെ എന്തുകൊണ്ട് ചെയ്തില്ല? ഇപ്പൊ അത് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട സമയമല്ല. അതെ, ഒരു സംശയം വേണ്ടതില്ല. മനുഷ്യനിർമ്മിതം എന്ന് ഒരു മന്ത്രി തന്നെ പറയാണ്. ഏത് മനുഷ്യക്കാരനാ? കരാറുകാരനാണോ? ആ കരാറുകാരെ നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥരെന്ന മനുഷ്യരാണോ? ആ ഉദ്യോഗസ്ഥരെ ചലിപ്പിക്കേണ്ട മുഖ്യമന്ത്രി മന്ത്രിമാരും അടങ്ങിയ മനുഷ്യന്മാരാണോ? അതൊക്കെ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം തന്നെയാണ്. ചർച്ച ചെയ്തു പോകേണ്ട പ്രശ്നമാണ്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ പക്വതയോടുകൂടി സംസാരിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകണം. എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തേണ്ട സമയത്ത് പഴയ സർക്കാരിന്റെ കുഴപ്പമെന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞുകൊണ്ട് തെറ്റായ നിലയിൽ പോകാൻ ശ്രമിക്കുന്നതും, ഒരു വകുപ്പ് മറ്റൊരു വകുപ്പിന് മേൽ കുറ്റം ചാർത്താൻ ശ്രമിക്കുന്നതും, പാസിംഗ് ദി ഡോൾ പോലുള്ള പരിപാടികൾ മന്ത്രിമാരെ നടത്തപ്പെടില്ല അവിടെ കൊടുക്ക് എന്ന് പറയുന്ന രീതിയും ഒക്കെ ഒഴിവാക്കുന്നതാണ് പക്വമായ ഒരു ഗവൺമെന്റിന് ചേർന്നത്. അത് ഇനിയെങ്കിലും അതിന് തയ്യാറാകാൻ ബന്ധപ്പെട്ടവർ മുന്നിട്ടിറങ്ങണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളിലെല്ലാം ആദ്യം മുതൽ ഇതിന്റെ അവസാനം വരെ ഞങ്ങളുണ്ട്. ഇതിന്റെ എല്ലാ പ്രവർത്തനത്തിലും ഉണ്ട്. അത് ഞങ്ങൾ ഇനിയും ഉണ്ടായിരിക്കും, തുടർന്ന് പോകും. ഇപ്പോ പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് വരുന്നുണ്ട്.
CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി നിൽക്കേണ്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിന് തയ്യാറാവണം. സംസാരത്തിലൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിച്ചു പോകണം.